നമുക്ക് കാരണങ്ങൾ സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റാത്ത, സയൻസിന്റെ ക്രൈറ്റീരിയ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, അതൊന്നും അതിൻ്റെ വേറെ ഒന്നിലേക്കും ചേർത്തി പറയാൻ പാടില്ല. അതൊക്കെ അള്ളാഹു നേരിട്ട് ചെയ്യുന്നതാണ് എന്ന് വെക്കണം. അപ്പൊ കണ്ണേറ് നടത്തുന്നയാൾക്ക് നമ്മ ഉപദ്രവിക്കാൻ സാധിക്കുമോ? കാരണം കണ്ണേറ് എന്ന് പറയുന്നതിൻ്റെ ശാസ്ത്രീയത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂല. അത് അഭൗതികമാണ്, ഭൗതികമല്ല, അഭൗതികമാണ്, മറഞ്ഞ വഴിയാണ്. അതുകൊണ്ട് കണ്ണേറ് കൊണ്ട് നമുക്ക് ഉപദ്രവം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചാൽ ശിർക്ക്. ബർക്കത്തോ, ബർക്കത്ത് കൊണ്ട് എന്തെങ്കിലും പുണ്യമുണ്ടാകുമോ? ബർക്കത്ത് കൊണ്ട് എന്തെങ്കിലും ഉപകാരം കിട്ടുമോ? അത് ഭൗതികമായി മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് അതും ശിർക്ക്. മന്ത്രം, അതും ശിർക്ക്. ജിന്ന് കൂടലും ജിന്നിനെ ഇറക്കലും ജിന്ന് ചികിത്സയും ശിർക്ക്. ജിന്നിന്റെ അടുക്കൽ നിന്ന് വല്ല സഹായവും കിട്ടലും, മലക്കിന്റെ സഹായം ലഭിക്കലും, മലക്കിനോട് സഹായം ചോദിക്കലും, ഇങ്ങനെ പിഞ്ഞാണം എഴുതി കുടിക്കലും, തവസ്സുലും ഇസ്തിഗാസയും എല്ലാം ശിർക്കായി മാറി. അപ്പൊ തവസ്സുലിനെ, ഇസ്തിഗാസയെ ശിർക്കാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ സൈദ്ധാന്തിക അടിത്തറ എന്താകുന്നു? മറഞ്ഞ വഴിക്കുള്ള എല്ലാ കാര്യങ്ങളും അത് പടച്ചവൻ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുകയാണ്. അവിടെ എന്തില്ല, വേറെ സബബുകളൊന്നുമില്ല എന്ന ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഇസ്തിഗാസ ശിർക്കാണ് എന്ന വാദം വരുന്നത്. എന്നാൽ ഇത് പറഞ്ഞുകൊണ്ട് പിന്നെ എന്താണ് ഇവിടെ നടന്നത്? പിന്നെ ഒരു കാഫിറാക്കൽ പൂരമായിരുന്നു നടന്നത്. കാഫിറാക്കൽ എന്ന് പറഞ്ഞാൽ ഇസ്തിഗാസ ചെയ്യുന്നു മുസ്ലിങ്ങൾ. മുഹീദ്ദീൻ ശൈഖിനോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സങ്കടം പറയുന്നു മുഅ്മിനീങ്ങൾ. അപ്പോഴും അവരുടെ വിശ്വാസം എന്താ? വഅന്നൽ ഖുവത ലില്ലാഹി ജമീഅ, എല്ലാ കഴിവുകളും അല്ലാഹുവിന് മാത്രമാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ഇതാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ അവർ ഇവരൊക്കെ കാരണങ്ങളാണ് എന്ന നിലക്ക് ഇവരോട് ബന്ധപ്പെടുമ്പോഴും യഥാർത്ഥത്തിൽ അവർ ആരോടാണ് സഹായം ചോദിക്കുന്നത്? അല്ലാഹുവിനോട് തന്നെയാണ് സഹായം ചോദിക്കുന്നത്. അത് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നതിനല്ല. പക്ഷേ അവർ പറഞ്ഞു, ഇതാ മുശ്രിക്കുകളാകുന്നു, തവസ്സുൽ ചെയ്യുന്നത് മുശ്രിക്കുകളാകുന്നു, ബർക്കത്തെടുക്കുന്നത് ശിർക്കാകുന്നു. ഇങ്ങനെ എല്ലാ കാര്യങ്ങളെയും ശിർക്ക് ആരോപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. അഭൗതികമായ മറഞ്ഞ വഴിക്കുള്ള എന്തൊക്കെ കാരണങ്ങളുണ്ടോ അതൊക്കെയും ശിർക്കാണെന്ന് പറഞ്ഞുകൊണ്ടാണ് 1921 മുജാഹിദുകൾ കേരളത്തിൽ വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ നമ്മളൊക്കെ പച്ച മുശ്രിക്കുകളായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ഇവർ പ്രസംഗിക്കാൻ തുടങ്ങി. അതിൻ്റെ ചിലതൊക്കെ ഇങ്ങനെ കേൾക്കുക. ചില ആൾക്കാരൊക്കെ കാണുമ്പോൾ ഇയാൾ ഇങ്ങനെയാണോ, ഇയാൾക്ക് പിന്നെ താടിയൊക്കെ നരച്ചിട്ടില്ലേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇത് ചെറുപ്പത്തിലുള്ള മുശ്രിക്കുകളായ സുന്നി സമൂഹത്തിനിടയിലാണ് സുന്നി സമൂഹത്തിനിടയിലാണ് എനിക്കും നിങ്ങൾക്കും തൗഹീദ് പറയാൻ. അപ്പം മുശ്രിക്കുകളായ സുന്നി സമൂഹത്തിനിടയിലാണ് നമുക്ക്, എനിക്കും നിനക്കും തൗഹീദ് പറയാനുള്ളത്. ഇത് ചെറുപ്പത്തിൽ പറഞ്ഞ ഒരു വീഡിയോ ആണ്. ഇതൊക്കെ എപ്പോഴും നമ്മളെ അടുത്തുണ്ട്. ഇത് പറയാൻ കാരണം കുറച്ച് കഴിയുമ്പോൾ ഇയാളുടെ പരിദേവനവും ഇയാളുടെ വിലപിക്കലൊക്കെ നമുക്ക് കേൾക്കാനുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഇദ്ദേഹം ഇത് മാത്രമൊന്നുമല്ല, ഒരുപാട് പറഞ്ഞിരുന്നു. ഇതൊക്കെ കൂടി ഇങ്ങനെ അങ്ങാടിയിലിട്ട് അലക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. അബൂജഹലിനേക്കാൾ കടുത്ത മുശ്രിക്കാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ AP ഉസ്താദി എന്ന പച്ചയിൽ പ്രസംഗിച്ച ആളാണ്. ഇനി അതിനേക്കാളും വലിയതെന്തെങ്കിലും പറയാനുണ്ടോ? ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുശ്രിക്കാണ്, കാഫിറാണ് എന്ന് പറഞ്ഞ് ഇതിനേക്കാളും അപ്പുറത്തേക്ക് പറഞ്ഞ ആൾക്കാരുണ്ട്. അതെന്താ? മുസ്ലിങ്ങളുടെ പള്ളികളൊക്കെ, സുന്നികളുടെ പള്ളികളൊക്കെ അമ്പലങ്ങളാണ്. അവിടെ നിസ്കരിക്കുന്ന ഇമാമുമാരൊക്കെ സാമിമാരാണ്. ഇത് പറഞ്ഞ ആളുണ്ട്. അതേപോലെ തന്നെ അവർ നജസാകുന്നു. മുശ്രിക്കുകൾ നജസാണല്ലോ എന്നാണ് അവർ പറഞ്ഞത്. മുശ്രിക്ക് നജസാണ്, അതുകൊണ്ട് ഈ പറയുന്ന സുന്നി പള്ളിയിലുള്ള ഉസ്താദുമാർ അല്ലെങ്കിൽ ജാറത്തിൽ പോകുന്നവർ ഇവരൊക്കെ നജസാണ്. അദ്ദേഹം പറയുന്ന വാക്കൊന്നും എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ നജസായതുകൊണ്ട് തന്നെ അവരെ തുടർന്ന് നിസ്കരിക്കാനൊന്നും പറ്റില്ല എന്ന് കുറച്ചും കൂടി കടുപ്പം കൂട്ടി പറയുന്നുണ്ട്. അതൊന്നും കേട്ടോക്കൂ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് പ്രഖ്യാപിക്കാൻ ഏർപ്പാടാക്കി റളിയല്ലാഹു തആല അൻഹു പ്രഖ്യാപിച്ചു, മുശ്രിക്കീങ്ങൾ നജസാണ്. എന്നുവെച്ചാൽ ജാറങ്ങളിൽ പോകുന്നവർ നജസാണ്. നജസിനെ തുറന്ന് നിൽക്കാൻ പറ്റുമോ? തൂട്ടുള്ള തുണി കൊടുത്ത് നിൽക്കിരിക്കുക ഒരാള്. പിന്നെ എങ്ങനെയാ ജാറത്തിൽ പോകുന്ന ഇമാമിനെ തുറന്ന് നിൽക്കിരിക്കുക? അയാൾ കംപ്ലീറ്റ് നജസാണ്. ഇവന്റെ തുണിയല്ലേ നജസുള്ളൂ. തീട്ടോ മൂത്രോ ആയാൽ തുണി മാത്രമേ നജസാവുള്ളൂ. ഈ ഇമാമേ നജസാണ്. ഇന്നമൽ മുശ്രിക്കൂ നജസ്. പിന്നെ അതിന് വേറെ വ്യാഖ്യാനം ഒന്നും കൊടുത്തിട്ടൊന്നും കൊളാക്കണ്ട. ഇന്നമൽ മുശ്രിക്കൂ നജസ്സു എന്ന് മക്കത്തുനിന്ന് പ്രഖ്യാപിക്കാമെന്ന് മക്കാരോടാ. അപ്പോൾ ഇതിനേക്കാളും വൾഗറായ ക്ലിപ്പുകളുണ്ട്. ഇതൊക്കെ എങ്ങനെ ഇടുമ്പോൾ
ഒരു അസ്വസ്ഥത അനുഭവപ്പെടുകയാണ്. മുസ്ലിം പള്ളികളൊക്കെ ഇത് സുന്നി പള്ളികളൊക്കെ നിങ്ങൾ തന്നെ പലരും കേട്ടിരിക്കും. ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ പ്രദർശിപ്പിക്കും, അത് വേറെ കാര്യം. മുസ്ലിം പള്ളികൾ അമ്പലങ്ങളാണ് എന്നും അവിടുത്തെ ഉസ്താദുമാർ സ്വാമിമാരാണെന്നും വരെ പറഞ്ഞ ആളുകൾ നിങ്ങൾ നോക്കൂ. ഇങ്ങനെ പറഞ്ഞ് ഇദ്ദേഹം ഒന്നുകൂടി കടുപ്പത്തിൽ പറഞ്ഞു കേട്ടോ. അതായത് നമ്മൾ ഒരു ഡോക്ടർ, ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരാൾ നജസായി മാറണമെങ്കിൽ, അല്ലെങ്കിൽ സ്വാമിയായി മാറണമെങ്കിൽ, പൂജാരിയായി മാറണമെങ്കിൽ എന്ത് ചെയ്താൽ മതി അറിയോ? ഒരു ഡോക്ടറെ അടുത്ത് നമ്മൾ പോവുകയും അതേ ഡോക്ടറെ അടുത്ത് രണ്ടാമത് പോവുകയും ചെയ്താൽ മതി. എന്നാൽ ഒരു ഡോക്ടറെ അടുത്ത് നമ്മൾ പോകുമ്പോൾ നമുക്കറിയില്ല അദ്ദേഹത്തിൻ്റെ ചികിത്സിക്കാനുള്ള കഴിവ് എത്രയാണെന്നൊക്കെ. അത് പോയപ്പോൾ പെട്ടെന്ന് അസുഖം മാറി. അതേ ഡോക്ടറെ അടുത്ത് രണ്ടാമത് നമ്മൾ പോയാൽ അപ്പോൾ പിന്നെ അത് ശിർക്കായി. പിന്നെ അവിടെ സംശയമില്ല, അത് ശിർക്ക് തന്നെ. ഇവർക്കൊക്കെ ശിർക്ക് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു അറ്റവീഴ്പ്പിൻ്റെ ഒരു സംഗതിയാണെന്നുള്ളത് കേട്ടാൽ മനസ്സിലാവും. എത്ര ലാഘവത്തോടു കൂടെയാണ് ഷിർക്ക്. ഷിർക്കിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? ഇന്ന ശിർക ലദുൽമുൻ അദീം. ഷിർക്ക് എന്ന് പറഞ്ഞാൽ അത് വളരെ കടുത്ത പാപമാകുന്നു എന്ന്, അക്രമമാകുന്നു എന്നാ പറഞ്ഞത്. എന്നാൽ ഇദ്ദേഹം പറയുന്നത് എന്താ? അതൊന്ന് കേട്ടു നോക്കൂ. അല്ല, വീട്ടിൽ നിന്ന് വിളി വന്നു ഭാര്യയുടെ കച്ചവടത്തെ കടയിലേക്ക് ഭർത്താവിന്. അല്ല, കുട്ടിക്ക് എന്തോ ഒരു അസുഖം, പെട്ടെന്ന് വരണം. ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് അയാൾ കടയിൽ വീട്ടിൽ വന്നു. ഉമ്മാനെയും കുട്ടി, ആ കുട്ടിനെയും കുട്ടി ഓട്ടോറിക്ഷയിൽ കയറി ഓട്ടോറിക്ഷ ഡ്രൈവറോട് പറയടാ, എനിക്ക് പരിചയമുള്ള ഏതെങ്കിലും ഡോക്ടറത്തേക്കോ, പെട്ടെന്ന് പോകും. ഏത് ഡോക്ടറൊക്കെ സാർ? ഏതെങ്കിലും പോ, നീ പോ, വിട്, വണ്ടി വിട്. അങ്ങ് ബോർഡ് നോക്കി പോവുക. പോയി ഒരു ബോർഡ് കണ്ട ഡോക്ടർ, അല്ലെങ്കിൽ കുഞ്ഞിരാമൻ, അല്ലെങ്കിൽ വർഗീസ്, അല്ലെങ്കിൽ അഹമ്മദ്, ഏതോ ആയിക്കോട്ടെ. നട ഡോക്ടറെ ബോർഡ് കയറാം. ഡോക്ടർ സാർ, പെട്ടെന്ന് വന്ന അസുഖം. ഡോക്ടർ പരിശോധിച്ചു, മരുന്ന് എഴുതി കൊടുത്തു, മരുന്ന് വാങ്ങി. 2 ദിവസം കൊണ്ട് അൽഹംദുലില്ലാഹ് സുഖം മാറി. അയാൾ ചെയ്തത് ഇപ്പൊ ഇബാദത്താണ്. ഒരു മൂമിന് ചെയ്യേണ്ട ജോലിയാണ് അയാൾ ചെയ്തിരിക്കുന്നത്. ഒരു മൂമിന് ചെയ്യേണ്ട ജോലിയാണ് അയാൾ ചെയ്തിരിക്കുന്നത്. അള്ളാഹു ഏൽപ്പിച്ച ജോലി അയാൾ ചെയ്തു. അള്ളാഹു അതിന് ശിഫ വെച്ചിട്ടുണ്ട്. ആ കുട്ടിന്റെ സുഖം അതുകൊണ്ട് മാറി. ആ മരുന്നിൽ അള്ളാഹു ശിഫ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് സുഖം മാറി. 6 മാസം കഴിഞ്ഞു. അതേ സുഖട് കുട്ടിക്ക് വന്നു. അതേ സുഖട് വന്നു കുട്ടി. ഒട്ടും താമസിച്ചില്ല, ഭാര്യ വിളിച്ചു ഭർത്താവിനെ. ഭർത്താവ് ഓട്ടോറിക്ഷ വന്നു. കുട്ടിയും കുട്ടി ഭാര്യയും കുട്ടി കയറി ഇന്ന ഡോക്ടറത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. ആ ഡോക്ടർക്ക് പോയി ഇറങ്ങി. ഡോക്ടറെ കണ്ടു. ഡോക്ടർ സാബ്, 6 മാസം മുമ്പ് ഇതേ രോഗം വന്നിരുന്നു, നിങ്ങളെയാണെന്ന് കാണിച്ചത്, നിങ്ങൾ തന്ന മരുന്നാണെന്ന് കൊടുത്തത്, പെട്ടെന്ന് സുഖമായി, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഒന്ന് നോക്ക് സാർ, ഇപ്പൊ നീ ചെയ്തത് ശിർക്കാണ്. അപ്പോ ഒരു കാര്യം ശിർക്കാൻ എത്ര എളുപ്പ. ഒരു ഡോക്ടറെ അടുത്ത് പോയി രോഗം മാറിയാൽ അതേ ഡോക്ടറെ അടുത്ത് വീണ്ടും പോയാൽ ഇയാൾക്ക് യാതൊരു സംശയമില്ല, അത് ശിർക്കാണ്. ഇതാണ് ഇവരുടെ ശിർക്കിന്റെ കോലം. ശിർക്ക് ചെയ്താലോ പിന്നെ മലവും മൂത്രവും പോലെയായി. പിന്നെ അവരെ തുടർന്ന് നിസ്കരിക്കാനും പറ്റൂല. അവർ നിസ്കരിക്കുന്ന പള്ളി അമ്പലവും അവിടുത്തെ ഉസ്താദുമാർ സ്വാമിമാരുമായി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എത്ര വലിയ വഷളത്തരമാണ് ഇസ്ലാമിൻ്റെ പേരിൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾ എന്നിട്ട് ഇവർ ഈ ശിർക്കും തൗഹീദും കൊണ്ട് കുറച്ച് കുടുങ്ങുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. കാരണം മറഞ്ഞ വഴിക്കുള്ള എല്ലാ ഗുണപ്രതീക്ഷയും എല്ലാ വിധത്തിലുള്ള ഉപദ്രവങ്ങൾ ഭയപ്പെടലും അത് ശിർക്കാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം അവരുടെ തൗഹീദ് യാത്ര ആരംഭിച്ചത്. സുന്നികളായ ആളുകൾ അവരെ നിർത്തി ചോദ്യം ചെയ്തു. ബഹുമാനപ്പെട്ട ശൈഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദിനെ ഓർമ്മ വരികയാണ്. അല്ലാഹുമ്മ ർഫഅ ദറജതഹു, പടച്ചവനെ അവിടുത്തെ ദറജനെ ഉയർത്തണേ അല്ലാ. അവിടുത്തെ തൗഹീദ് ഒരു സമഗ്ര പഠനം എന്ന പുസ്തകത്തിൽ അവിടുന്ന് 1, 2, 3 എന്നിങ്ങനെ നമ്പർ ഇട്ടുകൊണ്ട് ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സഹീഹായ ഹദീസിൽ കണ്ടില്ലേ? ഇന്നൽ ഐന ഹഖ്ഖുൻ, തീർച്ചയായും കണ്ണേറ് സത്യമാകുന്നു. അപ്പൊ കണ്ണേറ് എന്നുള്ളത് മറഞ്ഞ വഴിയാണോ തെളിഞ്ഞ വഴിയാണോ? കണ്ണേറ് കൊണ്ട് ഉപദ്രവം ഉണ്ടാക്കുവാൻ ആയിന് സാധിക്കുമെന്ന് ഹദീസിൽ നിന്ന് വളരെ വ്യക്തമല്ലേ? അപ്പോൾ അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാകുമോ? ചോദ്യം വന്നു. അതേപോലെ തന്നെ ബറക്കത്തിന്റെ ഹദീസുകൾ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ബുഖാരിയിലും അതേപോലെ ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹ് മുസ്ലിമിലും ഉദ്ധരിച്ച ഹദീസുകൾ ഓരോന്നോരോന്ന് അത് മാത്രം ഉദ്ധരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തുപ്പുതീര് കൊണ്ട് ബറക്കത്തെടുത്തത്, അവിടുത്തെ വിയർപ്പ് കൊണ്ട് ബറക്കത്തെടുത്തത്, അവിടുത്തെ തിരികേശം കൊണ്ട് ബറക്കത്തെടുത്തത്, അവിടുത്തെ ജുബ്ബ കൊണ്ട് ബറക്കത്തെടുത്തത്, ഇങ്ങനെ ഓരോന്നോരോന്നായി നമ്മൾ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ അതൊക്കെ ശിർക്കാണ് എന്ന് പറഞ്ഞിരുന്ന ആളുകൾക്ക്
അതുപോലെ സിഹിർ കൊണ്ട് ഉപദ്രവം ഉണ്ടാക്കും എന്ന് വിശ്വസിക്കുന്നത് ശിർക്കാണെന്ന് പറഞ്ഞതിനെതിരെ വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ധാരാളം തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിച്ചപ്പോ അവർക്ക് പത്തിവടക്കേണ്ടി വന്നു. അവരിൽ നിന്ന് ഒരു വിഭാഗം, എല്ലാവരും അല്ല, ഒരു വിഭാഗം ഉയർത്തെഴുന്നേറ്റു. അവര് പറഞ്ഞു കണ്ണേറ് അത് സത്യം തന്നെയാകുന്നു. അതിനൊക്കെ ക്ലിപ്പുകളുണ്ട്, അതിനൊക്കെ രേഖകളുണ്ട്. ഞാൻ സമയം വൈകുമെന്ന് പേടിച്ചുകൊണ്ട് നിങ്ങളൊക്കെ മുഖാമുഖത്തിന് വന്നിരിക്കുകയാണല്ലോ, അത് ആ സമയത്ത് വേണമെങ്കിൽ എടുക്കാം. നോക്ക് നിങ്ങൾ, കണ്ണേറ് സത്യമാകുന്നു അവർ തുറന്നു പറഞ്ഞു. അതുപോലെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പുകൾ കൊണ്ട് ബറക്കത്തെടുക്കാമെന്നും അതിൽ നിന്ന് പുണ്യം കിട്ടുമെന്നും അവര് മാറ്റി പറഞ്ഞു. അതുപോലെ ജിന്ന് അത് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കും, ജിന്നിന് മനുഷ്യനെ സഹായിക്കാൻ സാധിക്കും, മലക്കിന് മനുഷ്യനെ സഹായിക്കാൻ സാധിക്കും എന്ന് മാത്രമല്ല ഒരു പടി കൂടി കടന്നുകൊണ്ട് അവർ ജിന്നിനോട് സഹായം ചോദിക്കാം. അതടക്കം ശിർക്കല്ല. സഹായം ചോദിക്കാൻ, സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്നർത്ഥത്തിന് ശിർക്കല്ല എന്നവർ പറയുകയുണ്ടായി. അത് ഹറാമാണെന്ന് ചിലർ പറഞ്ഞു, അത് വസീലത്തു ശിർക്കാണ് ചിലർ പറഞ്ഞു, അത് അനുവദനീയമാണ് ചിലർ പറഞ്ഞു. ചിലർ അതിന് അദ്കാറുകളുടെ കൂട്ടത്തിൽ എണ്ണി, യാ ഇബാദല്ലാഹി അഈനൂനി എന്ന ദിക്ർ, അത് ദിക്റുകളുടെ കൂട്ടത്തിൽ എണ്ണിക്കൊണ്ട് അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കുവീനെന്ന് നിങ്ങൾ വിജന പ്രദേശത്ത് എത്തിപ്പെട്ടാൽ നിങ്ങൾക്ക് ചൊല്ലാനുള്ള ദിക്റിന്റെ കൂട്ടത്തിലും ചിലർ എണ്ണി. ചുരുക്കി പറഞ്ഞാൽ സുന്നത്താണ്, ജായിസാണ്, അതുപോലെ തന്നെ ഹറാമാണ്, വസീലത്തു ശിർക്കാണ്, ശിർക്ക് അല്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ഉയർന്നു വന്നു. മുജാഹിദുകളിൽ അങ്ങനെ ഒരു വിഭാഗം ഉയർന്നു വന്നു. അതിന് വ്യത്യസ്ത കാലഘട്ടങ്ങളിലൂടെ വന്ന പരിണാമങ്ങളാണ്. എല്ലാം കൂടി പറയാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇങ്ങനെ തുടങ്ങിയെന്ന് മാത്രമല്ല, ജിന്ന് ചികിത്സയും തുടങ്ങി. ജിന്ന് ചികിത്സ തുടങ്ങി. ദിവസങ്ങൾ 2ഉം 3ഉം ദിവസമൊക്കെ വീട് അടച്ചിട്ടുകൊണ്ട് ജിന്ന് ചികിത്സ നടത്തുന്ന റാക്കിമാറുണ്ടായി. അങ്ങനെയുള്ള ഒരു റാക്കി അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവം വിശദീകരിക്കുന്ന ഒരു ക്ലിപ്പുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാനത് കേൾപ്പിക്കാം. അതിനു മുമ്പ് ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്ന് ഇവർ പറയുന്ന ഒരു വീഡിയോ നിങ്ങൾ കേട്ടു നോക്കൂ. ജിന്നിനോടുള്ള വിളിയാണ്. ജിന്നിനോടുള്ള എല്ലാ വിളികളും ശിർക്കാണോ? അല്ലേ? അല്ല, അല്ല. കാരണം എല്ലാ വിളിയും ശിർക്കാണെങ്കിൽ ജിന്നോടുള്ള ഏത് പേടിയും ജിന്നിനോടുള്ള എല്ലാ വിളിയും ശിർക്കാണോ? അല്ലേ? വളരെ കൃത്യമല്ലേ ചോദ്യം. ഈ ഫൈസൽ മൗലവി എന്ന് പറയുന്ന ഇവിടെ തൊട്ടടുത്തുള്ള മൗലവിയാണ്. അദ്ദേഹമാണ് മറുപടി പറയുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജിന്നിനോടുള്ള എല്ലാ വിളിയും ശിർക്കാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാണ് ശിർക്കല്ല. ജിന്നിനോടുള്ള എല്ലാ വിളിയും ശിർക്കല്ല. പറയട്ടെ, അതിന് കാരണം പറയുന്നുണ്ട് അദ്ദേഹം. ശിർക്കായി മാറണം. ശൈത്താനെ സംബന്ധിച്ചുള്ള ഏത് ഭയവും ശിർക്കായി മാറണം. അതിന് മുമ്പിൽ അർപ്പിക്കുന്ന ഏത് വിനയവും ശിർക്കായി മാറണം. അതിനോടുള്ള ഏത് പ്രതീക്ഷയും ശിർക്കായി മാറണം. എന്നാൽ അത് ശിർക്കാണ്. നമുക്ക് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്തില്ല, വകുപ്പില്ല. അപ്പൊ ജിന്നിനോടുള്ള എല്ലാ വിളികളും ശിർക്കല്ല എന്ന് ഫൈസൽ മൗലവി പറഞ്ഞിട്ടുണ്ട്, അത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അത് പറഞ്ഞതിന്റെയും പ്രചരിപ്പിച്ചതിന്റെയും പേരിലാണ് KNM നിന്ന് അവർക്ക് ഇറങ്ങിപ്പോകേണ്ടി വന്നത്, അല്ലെങ്കിൽ KNM അവരെ പുറത്താക്കിയത്. ആദ്യം ഉണ്ടായിരുന്ന സംഘത്തിൽ നിന്ന് KNM എന്ത് ചെയ്തു? ഈ പറഞ്ഞ ഇതൊക്കെ ഹലാലാക്കി. അത് കണ്ണേറ് അത് അനുവദനീയം എന്ന് പറഞ്ഞാൽ കണ്ണേറുണ്ട്, അതേപോലെ തന്നെ ബർക്കത്തുണ്ട്, അതൊക്കെ ശിർക്ക് അല്ലാതായി മാറി. അപ്പോൾ ഒരു വിഭാഗം പറഞ്ഞു അത് ശിർക്കല്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, അവർ മാറി നിന്നു. 2 വിഭാഗമായിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു. ഈ രണ്ടാമത്തെ വിഭാഗത്തിൽ നിന്ന് കണ്ണേറും അതേപോലെ തന്നെ ബർക്കത്തുമൊക്കെ അതൊന്നും ശിർക്കല്ല എന്ന് പറഞ്ഞ ആളുകൾ തന്നെ ജിന്നിനോട് വിളിക്കാൻ പറ്റും എന്നും കൂടി പറഞ്ഞ സമയത്ത് അവർക്ക് വേറെ പോകേണ്ടി വന്നു. അവർ മൂന്നാമത്തെ വിഭാഗമായി മാറി. അവരാണ് വിസ്ഡം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവരെല്ലാം മറ്റൊരു ചെറുപ്പക്കാരൻ പറയുന്നത് കേട്ടു. ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന പ്രശ്നം യാ ഇബാദല്ലാഹി അഈനൂനി എന്ന ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി പ്രവർത്തിച്ചാൽ അത് ശിർക്കല്ല എന്ന വാദം തെറ്റാണ് എന്നും യാ ഇബാദല്ലാഹി അഈനൂനി എന്ന വിളി ശിർക്കാണ് എന്നും അതിൽ തെറ്റില്ല എന്ന് പറയുന്നവരൊക്കെ ശിർക്ക് പ്രചരിപ്പിക്കുന്നവരാണ് എന്ന വാദമാണ് ഇന്ന് കേരളത്തിൽ നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് ഇത് സംസാരിക്കുന്ന എനിക്ക് യാ ഇബാദല്ലാഹി അഈനൂനി എന്ന ദുആയിൽ ശിർക്കുണ്ടെന്ന് വാദമില്ലാത്ത ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എതിരാളികൾക്ക് ഞാൻ ശിർക്കിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഈ വാദം ആരെല്ലാം അംഗീകരിക്കുന്നുണ്ടോ അവരിൽ ചിലരുടെ പേര് മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവരൊക്കെ ഇതിൽ ശിർക്കില്ല എന്ന് പറയുന്നവരാണ്.
അതുകൊണ്ട് തന്നെ മറുകക്ഷിയുടെ വാദപ്രകാരം ഇവരെല്ലാം ഷിർക്കിന്റെ അഖീദയുള്ള, ഷിർക്ക് വിശ്വസിക്കുന്ന, അതുവഴി ഒരു തൗഹീദി പ്രസ്ഥാനത്തിൽ നിൽക്കാൻ പാടില്ലാത്ത, പുറത്തു പോവേണ്ട ആളുകളാണ്. അപ്പൊ ഇദ്ദേഹം പറയുന്നത് അതുകൊണ്ടാണ് അവര് യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് പറഞ്ഞ അള്ളാഹ്നല്ലല്ലോ വിളിക്കേണ്ടത്, ഉറപ്പല്ലേ? യാ ഇബാദല്ലാഹ്, ഒരാൾ മനുഷ്യന്മാരൊന്നും ഇല്ലാത്ത സ്ഥലത്ത്, വിജനമായ സ്ഥലത്ത് എത്തിപ്പെട്ടാൽ വിളിക്കാൻ പറഞ്ഞ ദിക്റാണിത്. യാ ഇബാദല്ലാഹി അഈനൂനി. അതേതായാലും മനുഷ്യന്മാരോടാവില്ലല്ലോ, ഏത് ജീവിച്ചിരിക്കുന്ന നമ്മൾ നമ്മുടെ ഭൗതികരായ മനുഷ്യരോടാവുകയില്ലല്ലോ. ഒന്നുകിൽ മരിച്ചു പോയവരോടായിരിക്കും, അല്ലെങ്കിൽ മലക്കുകളോടായിരിക്കും, അല്ലെങ്കിൽ ജിന്നുകളോടായിരിക്കും. ഏതായിരുന്നാലും നമ്മുടെ ഭൗതിക പരിധിയിലില്ലാത്ത ആളുകളെ വിളിക്കുന്നതിനെ കുറിച്ചാണ് ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. കാരണം അതിന്റെ വാക്കിയിൽ തന്നെ പറയുന്നുണ്ട്, അള്ളാഹുവിന് നിങ്ങൾ കാണാത്ത ചില അടിമകളുണ്ട് എന്ന്. അപ്പൊ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ പ്രവർത്തിച്ചാൽ അയാൾ മുശ്രിക്കാകും എന്നായിരുന്നു മുജാഹിദുകൾ മുമ്പ് പറഞ്ഞിരുന്നത്. അങ്ങനെ മുശ്രിക്കാവുകയാണെങ്കിൽ ആര് മുശ്രിക്കാവണം? ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച ആളാണ്. നമ്മൾ ചോദിച്ചു ഇമാം നബവി മുശ്രിക്കാണോ എന്ന്. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു. നമ്മൾ ചോദിച്ചു അഹ്മദ് ബിൻ ഹംബൽ മുശ്രിക്കാണോ എന്ന്. അന്ന് എല്ലാവരോടും ഒന്നിച്ചാ ചോദിച്ചത്. പക്ഷേ കുറച്ചാൾക്കാരെ ഇറങ്ങി വന്നപ്പോൾ അവരും ചോദിക്കാൻ തുടങ്ങി, ഇവരൊക്കെ മുശ്രിക്കാണോ? അപ്പൊ ജിന്നിനോടുള്ള സഹായതേട്ടം ശിർക്കല്ല എന്ന് പറഞ്ഞവർ ഈ ഹദീസുമായി വന്നു. അപ്പൊ മറ്റവരും ചെയ്തവർ നിങ്ങളും സമസ്തക്കാരും എല്ലാവരും മുശ്രിക്കാണെന്ന് അവരാണ് ഉറപ്പിച്ച് പറഞ്ഞു. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ശിർക്ക് അല്ല എന്ന് മാത്രമല്ല, അവർ ജിന്ന് ചികിത്സ തുടങ്ങിയ അനുഭവം പറയാന്ന് പറഞ്ഞില്ലേ, അതാണ് ഇനി കേൾക്കാൻ പോകുന്നത്. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇദ്ദേഹം ഇത്രയും കാലം വിശുദ്ധത്തിൽ പ്രവർത്തിച്ച ആളായിരുന്നു. എന്നിട്ട് അദ്ദേഹം ഈ ജിന്ന് ചികിത്സ നടത്തിയിരുന്ന ആളായിരുന്നു. കുറേ കാലം 2-3 ദിവസമൊക്കെ ഒരു വീട്ടിൽ പോയിട്ട് മൊത്തം ജിന്ന് ചികിത്സ നടത്തിയിരുന്ന ആളാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് എന്തോ അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അദ്ദേഹം KNM-ലേക്ക് തന്നെ തിരിച്ചു വന്നു. എന്നിട്ട് ഇദ്ദേഹം ആ പഴയ കഥ പറയണം. അപ്പൊ ഇനിയിപ്പോൾ ഇതിന് തെളിവെന്താണെന്നും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നെ പോലെ അനവധി റുഖ്യ നടത്തുന്ന ആൾക്കാർ ഇസ്ലാമിക് മിഷനിൽ ഇന്നുമുണ്ട്, പുറത്തുപോയവരുണ്ട്. പക്ഷെ അവർക്കെല്ലാം ഊടും പാവം നൽകി അതിനുള്ള തെളിവുകൾ ഉദ്ധരിച്ച് ഇസ്തിംബാത്തും തജ്രിബയും അതേപോലെ തന്നെ ഈ വിഷയത്തിൽ ഗവേഷണവും ഒക്കെ നടത്താനുള്ള ഗൈഡൻസും ക്ലാസുകൾ എടുത്തുന്നത് ആരാ? ഈ വിസ്ഡം വിഭാഗത്തിലെ പണ്ഡിതന്മാരും അതിലെ സംഘടനാ നേതാക്കന്മാരുമാണ്. മാത്രമല്ല ഇത് തികച്ചും പൈശാചികമായ പലതും അതിലുണ്ട്, ഹറാമും ശിർക്കുമായ മന്ത്രവാദം വരെ അതിലുണ്ട് എന്നുള്ളത് ഞാൻ വിശദീകരിക്കുന്ന ബോധ്യം. ഇതെല്ലാം നമുക്ക് രഹസ്യമായും പരസ്യമായും പറഞ്ഞു പഠിപ്പിച്ചു തന്നെന്ന് മാത്രമല്ല, ഇവരുടെ ജില്ല, സ്റ്റേറ്റ്, മണ്ഡലം നേതാക്കന്മാരുടെയും പണ്ഡിതന്മാരുടെയും ഒക്കെ വീട്ടിലേക്ക് എന്നെയും അതുപോലെയുള്ള മുഖ്യ നടന്ന സ്ത്രീകളെയും അല്ലാത്തവരെയൊക്കെ കൊണ്ടുപോയി ഇവരുടെ പള്ളികളിലും ഇവരുടെ സെന്ററുകളിലും ഇവരുടെ സ്ഥാപനങ്ങളിലും ഇവരുടെ വീടുകളിലും ചികിത്സിച്ചിട്ടുണ്ട്. ഒന്നല്ല, 100 കണക്കിന് വീടുകൾ പറയാൻ പറ്റും. പ്രഗത്ഭരായ ഇന്നും പുത്തനത്താണി ഭാഗത്തുള്ള ഇന്നും വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ സംഘടനാ തലത്തിലും പ്രഭാഷണ രംഗത്തും മെമ്പറിലെ ഖുത്ബയൊക്കെ നിർവഹിക്കുന്ന ആളുകളുടെ വീട് 3 ദിവസത്തിനും അതുപോലെ പല ദിവസങ്ങൾക്ക് എനിക്കും മറ്റുള്ള പല റുഖിയ നടത്തുന്ന സ്ത്രീകൾക്കും മറ്റുമൊക്കെ നിങ്ങൾ ഫാമിലികളെ കൊണ്ടുവന്ന് വിട്ടു തന്നിട്ടുണ്ട്. വേണ്ടി വന്ന വ്യക്തിയുടെ പേര് ഞാൻ പറയും. ആ വീട്ടിൽ ചികിത്സിച്ചിട്ടുണ്ട്. ഞാൻ അവിടുന്ന് പോയതിനു ശേഷം പിന്നീട് വേറെ ആളെ കൊണ്ടുവന്നിട്ട് ഈ പറഞ്ഞ പുത്തനത്താണിയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാര് അവിടെ വീടിന് സിഹറുണ്ട് എന്ന് പറഞ്ഞ് റുഖിയ നടത്തിയിട്ടുണ്ട്. ആരാണ് ചെയ്യുന്നത്? സാധാരണക്കാരനായ ഏതെങ്കിലും വിസ്ഡമിലേക്ക് വന്ന ഖുറാഫിയല്ല. ഇതിന്റെ ഉള്ളിൽ തൗഹീദും നിർഭയത്വവും പഠിപ്പിച്ച് പ്രസംഗിക്കുന്ന ആളുകള് ഇസ്ലാമിലെ മന്ത്രങ്ങൾ ഒരു ഭാഗത്ത് പറയാ, എന്നിട്ട് ഈ മന്ത്രത്തിന്റെ കൂടെ ഈ പറഞ്ഞ സിഹർ കണ്ടെത്താൻ വേണ്ടി ആയത്തുകൾ ഓതി ഹാദറാണ് ജിന്നുകള്. ആ ജിന്നുകളോട് എവിടെ സിഹർ എടുത്തു പോന്നൊക്കെ പറഞ്ഞ് ഷൗട്ട് ചെയ്യുന്നതിനൊക്കെ. നോക്കൂ നിങ്ങൾ, ഇദ്ദേഹം സ്വന്തം അനുഭവമാണ് പറയുന്നത്, വേറെ ആളെ കുറിച്ചല്ല. അദ്ദേഹം ഞാൻ എന്തായിരുന്നു ഇങ്ങനെ റുഖിയ നടത്തിയിരുന്നു, മന്ത്രവാദം നടത്തിയിരുന്നു, ശിർക്കും കുഫറുമായ അടക്ക മന്ത്രവാദങ്ങൾ അടക്കം അതിലുണ്ടായിരുന്നു എന്ന് വരെ അദ്ദേഹം പറയുന്നു. നോക്കൂ നിങ്ങൾ, ഇവർ പറയുന്ന തൗഹീദിൽ വല്ല വിശ്വാസവും ഉണ്ടോ? എന്നിട്ട് അഭൗതികമായ കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവർ മുഖേന ഉണ്ടാകുമെന്നോ ആ നിലക്ക് ഗുണമോ ദോഷമോ പേടിക്കുകയോ പ്രതീക്ഷിക്കുകയോ ചെയ്താൽ അത് ശിർക്കാണെന്നും പറഞ്ഞു വന്ന ആളുകൾ പിന്നീട് ജിന്നിനെ വിളിക്കുന്നത് ശിർക്കല്ല എന്നിടത്തേക്കെത്തി. അത് പ്രസംഗിച്ചിരുന്ന ആരായിരുന്നു അറിയോ? ഫൈസൽ മൗലവിയും ഈ പറഞ്ഞ സാജിദ് മാത്രമല്ല, മറിച്ച് സാക്ഷാൽ അനസ് മൗലവി ഇപ്പോ മറ്റേ ഭാഗത്താണുള്ളത്. അദ്ദേഹം പറഞ്ഞിരുന്നു, ജിന്നിനെ വിളിക്കുന്നത് ശിർക്കല്ല, ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്ന് അദ്ദേഹം മുമ്പ് പറഞ്ഞു. പിന്നീട് അദ്ദേഹം ചെയ്തു, അവിടെ നിന്നാൽ ഗ്രിപ്പ് കിട്ടൂല എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം ചാടി അപ്പുറത്തേക്ക്.
ചാടിയിട്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്നൊക്കെ പറഞ്ഞ അയാൾ ചാടിയിട്ട് പിന്നീട് അദ്ദേഹം ഫൈസൽ മൗലവി അടക്കമുള്ള ചാടാത്ത ആളുകളെ നിശിതമായി വിമർശിക്കുകയാണ്. രണ്ടും കൂടി ഒന്നിച്ച് ക്ലബ് ചെയ്തിട്ടാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. രണ്ടാളല്ല, ഒരാളാണ്. ഒന്ന് കുറച്ച് താടി കൂടിയിട്ടുണ്ടാവും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒന്ന് കുറച്ച് ചെറുപ്പത്തിലുള്ളതായിരിക്കും. ഇവരുടെ തൗഹീദ് വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത്, وَمَثَلُ كَلِمَةٍ خَبِيثَةٍ كَشَجَرَةٍ خَبِيثَةٍ اجْتُثَّتْ مِنْ فَوْقِ الْأَرْضِ مَا لَهَا مِنْ قَرَارٍ. തൗഹീദിന് വിരുദ്ധമായി നിലകൊള്ളുന്ന ഏതൊക്കെ വചനങ്ങളുണ്ടോ അതിന്റെ ഉപമ ഒരു പടുവൃക്ഷം പോലെയാണ്. അത് എന്താ ഒരു ക്ഷുദ്രവൃക്ഷം പോലെയാണ്. അതെന്ത് ചെയ്തു? മാ ലഹു മിൻ ഖറാർ. അതെന്ത് ചെയ്തു? അതിന് വേര് പിഴുത് അത് പുറത്തേക്ക് വന്നു. അതിന് എന്തില്ല? മാ ലഹു മിൻ ഖറാർ. അതിന് യാതൊരുവിധ സ്ഥിരതയുമില്ല. അതിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കും, അത് മാറിക്കൊണ്ടിരിക്കും. തൗഹീദിന്റെ ഉപമ എങ്ങനെ? അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ. അതാ, അത് വേരുകൾ താഴ്വാരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി അത് ഒരിക്കലും മാറാതെ ചഞ്ചലമാവാതെ ഉറച്ചു നിൽക്കുന്നതാണ് തൗഹീദ്. അതാണ് ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ് പറഞ്ഞത്. എന്ത്? ഞങ്ങൾ അന്ന് 1921 ഈ സമസ്തയുണ്ടാക്കുമ്പോൾ എന്തായിരുന്നോ പറഞ്ഞിരുന്നത്, അതേ കാര്യമാണ് ഇപ്പോഴും ഞങ്ങൾ തൗഹീദിന്റെ ഭാഗമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാ സുന്നികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. എന്നാൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതോ നിങ്ങൾ മാറ്റി വീണ്ടും അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി അങ്ങോട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശിർക്ക് ആരോപിച്ചുകൊണ്ട് പരസ്പരം ഒരാൾ അദ്ദേഹത്തെ തന്നെ, കാരണം അദ്ദേഹം പറഞ്ഞ നിലപാടുകളെ തന്നെ ശിർക്ക് ആരോപിക്കുന്ന ഏറ്റവും രസകരമായ രംഗമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ജിന്ന് കാര്യകാരണബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല. ജിന്ന് ആരായ നമുക്ക് എന്താടോ? രണ്ടും ഒരാളാണ്. അത് ഒരു കാലത്ത് പ്രസംഗിച്ച പ്രസംഗമാണ്. അത് ഒരു ഭാഗത്തുള്ളത്. മറ്റേത് ഇപ്പുറത്തുള്ള ഒരാൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടി പറയുന്ന ഒരു ശൈലിയിൽ ഉണ്ടാക്കി വെച്ചതാണ്. നോക്കിക്കോളൂ. മലയാള വാക്ക് വെച്ചിട്ട് മലയാളത്തിൽ അഭൗതികമോ ഭൗതികമോ ഈ കാര്യകാരണബന്ധം സാധാ, ഇനി അല്ലെങ്കിൽ അഭൗതിക കാര്യകാരണബന്ധം, ഇതെന്തു പറഞ്ഞാലും നിങ്ങൾക്ക് എന്താ ഇപ്പൊ കിട്ടണ്ടേ? ജിന്ന് ഒയ്ബിയായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. അല്ല, കഴിവില്ല. ജിന്ന് എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല, ഒയ്ബല്ല. കണ്ണിൽ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതൊക്കെ ഭൗതികമാണ്, ഭൗതികമായ പ്രവർത്തനങ്ങളാണ്. അപ്പോ അഭൗതികമായ കഴിവുണ്ട് എന്ന് പറയരുത്, അഭൗതികമാണെന്ന് പറയരുത്, ഭൗതികമാണെന്ന് പറയണം. എന്നിട്ട് എന്താ കിട്ടണ്ടേ? ഒരു മലയാള വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് എന്താ നിങ്ങൾക്ക് കിട്ടണ്ടേ? നിങ്ങൾ പറയും. അവർക്ക് കിട്ടേണ്ടത് വേറൊന്നുമല്ല. യഥാർത്ഥത്തിൽ അവർക്ക് കിട്ടേണ്ടത് കേട്ടോളൂ, അദ്ദേഹം തന്നെ പറഞ്ഞോട്ടെ, നമ്മളാരും പറയണ്ട. ഇവർക്ക് എന്താ ഇനി കിട്ടേണ്ടത്? ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ജിന്നിവിടെ വരിക, അദ്ദേഹം തന്നെ പറഞ്ഞോട്ടെ പറഞ്ഞാൽ ഫൈസൽ മൗലവിയോടെ പറയുന്നത്. ഫൈസൽ മൗലവിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അതേ വർത്താനം നേരത്തെ പറഞ്ഞ ആളാണ് അയാള്. അപ്പൊ അയാളുടെ ക്ലിപ്പ് തന്നെയാണ് നമ്മൾ രണ്ടാമത് അദ്ദേഹം തന്നെ പറഞ്ഞോട്ടെ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ക്ലിപ്പ് തന്നെയാണ് ഇടുന്നത്. കാരണം അദ്ദേഹം അതേ ആശയം പറഞ്ഞ ആളാണ്. അദ്ദേഹം തന്നെ പറയട്ടെ എന്താണ്. ആ ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇവിടെ വന്നു, എനിക്ക് അയാളെ കാണാം. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ഞാനോട് സംസാരിക്കണം. എന്താ ജിന്നെ സുഖമാണോ, എവിടുന്നാ വരുന്നത്, എങ്ങനെയുണ്ട് എന്ന് അയാളോട് സംസാരിച്ചാൽ അത് അഭൗതികമല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചോദിച്ചതുകൊണ്ട് ശിർക്കാവുകയുമില്ല. നിങ്ങൾക്ക് കിട്ടേണ്ടത് ഇപ്പറഞ്ഞതാ. ജിന്നുകളുടെ മലക്കുകളുടെ പ്രവർത്തന മേഖലയുണ്ട്. അത് ഭൗതികമാണ്, അത് കാര്യകാര്യബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ ജിന്നുകളോട് മലക്കുകളോട് നമ്മൾ നടത്തുന്ന ചോദ്യങ്ങൾ, അവരുമായുള്ള ആരുമായി? ജിന്നും മലക്കുമായിട്ട് നമുക്കുള്ള ഇടപാടുകൾ, അങ്ങോട്ടുള്ള ചോദ്യങ്ങൾ, അത് ശിർക്കല്ല, അത് ഇബാദത്തല്ല. അവരെ കീഴ്പ്പെടുത്തപ്പെട്ട് അല്ലെങ്കിൽ മുന്നിൽ വന്ന് നിന്ന് നമ്മളുമായി സംസാരിക്കുന്ന ഒരു ഘട്ടമുണ്ട്, നമ്മുടെ സാന്നിധ്യത്തിലെത്തുന്ന ഒരു ഘട്ടമുണ്ട്. അങ്ങനെ ഘട്ടം ഉണ്ടാകുമെങ്കിൽ അവരോട് സംസാരിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഇതെല്ലാം തെറ്റൊന്നുമില്ല. ഇപ്പൊ പറഞ്ഞ ആറാമാണെന്നാ കുടുങ്ങിയപ്പോ പറഞ്ഞു. ഇത് പറഞ്ഞത് തെറ്റൊന്നുമില്ല എന്നാണ്. എന്നിട്ട് ഇപ്പൊ ആ തെറ്റൊന്നുമില്ല എന്ന ആളാണെന്ന് പറയുന്നത്. അയാൾ തന്നെ മറുപടി പറയാം, അങ്ങനെ തെറ്റൊന്നുമില്ല, അതാണ് ശിർക്ക് എന്ന് പറഞ്ഞത്. പറയട്ടെ, പറഞ്ഞതാ ശിർക്ക്. അതിന് തെളിവാണ് 3 പുസ്തകങ്ങൾ. എത്ര കൊല്ലമായി മുജാഹിദുകൾ എഴുതിയിട്ട് അതുപോലും വായിക്കാതെ, അതുപോലും പഠിക്കാതെ മുജാഹിദികൾ ഇപ്പൊ കണ്ടുപിടിച്ച നിലക്ക് എന്താ സാഹിബ്, ആരെങ്കിലും ചപ്പ്ളാച്ചി ചപ്പണമെങ്കിൽ അത് കയറി നിങ്ങൾ ചപ്പാതിക്കണം എന്തിനാ? ഈ പറഞ്ഞത് ഭൗതികം അഭൗതികം അല്ലെങ്കിൽ കാര്യകാരണബന്ധം, അഭൗതിക കാര്യകാരണബന്ധം, അങ്ങനെ മലയാള വാക്കുകൊണ്ടല്ല ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ ഈ പറഞ്ഞത് ശിർക്കാണ് എന്ന് അള്ളാഹു അവന്റെ ഖുർആനിൽ, അവന്റെ കലാമിൽ രേഖപ്പെടുത്തിയതാണ്. എന്താ സാഹിബ്, ആരെങ്കിലും ചപ്പ്ളാച്ചി ചപ്പണമെങ്കിൽ അത് കയറി നിങ്ങൾ ചപ്പാതിക്കണം എന്തിനാ?
എന്തായി? അള്ളാഹു ഖുർആനിൽ ശിർക്കാണ് എന്ന് പറഞ്ഞ സംഗതിയാണ് ശിർക്കല്ല, തെറ്റല്ല എന്ന് ഞാൻ തന്നെ മുമ്പ് പറഞ്ഞത് എന്നപ്പാ പറഞ്ഞത്. എത്ര കുറഞ്ഞ കാലം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശിർക്കും തൗഹീദും മാറി മറിഞ്ഞില്ലേ? അന്ന് ശിർക്കല്ല എന്ന് പറഞ്ഞ കാര്യം വിശുദ്ധ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞിട്ട് ശിർക്കാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പൊ ഇവര് പറയേണ്ട ഖുർആന്റെ അർത്ഥം എന്തായിരിക്കും? ഇവര് പറഞ്ഞ ഈ പറയുന്ന മനുഷ്യന്മാരെ ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് നാളെ മാറ്റാനുള്ളതാണ് ഈ സാധുക്കൾക്ക് അറിയോ? ഇത് അസ്തഗ്ഫിറുല്ലാ ഒരു അസ്തഗ്ഫിറുല്ലാ പറഞ്ഞാൽ മാറിപ്പോകുന്നുള്ളത് ഈ കേൾക്കുന്ന പൊതുജനമാകുന്ന, ഞാൻ ബാക്കി പറയുന്നില്ല, ഇവർക്ക് അറിയുമോ? നോക്കൂ നിങ്ങൾ, ഇങ്ങനെ മാറുന്ന ആൾക്കാരൊപ്പം കൂടിയിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ അവിടുന്ന് ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് നാളെ ആ നേതാക്കന്മാരൊക്കെ നമ്മെ വിട്ടുപിരിയുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ രംഗത്തെ നിങ്ങൾ പേടിക്കണം. നോക്കൂ നിങ്ങൾ, എന്നിട്ട് എന്ത് ചെയ്തു? ഇങ്ങനെ ശിർക്ക് ജിന്ന് സഹായിക്കുമെന്നും ജിന്നിനോട് സഹായം ചോദിക്കാമെന്ന് പറഞ്ഞവരൊക്കെ പച്ച മുശ്രിക്കുകളാക്കി ചിത്രീകരിച്ചുകൊണ്ട് എന്ത് ചെയ്തു? KNM ഔദ്യോഗിക വിഭാഗം പ്രസംഗിക്കാൻ തുടങ്ങി. അത് പ്രസംഗിച്ചപ്പോൾ പണ്ട് നമ്മളെ AP ഉസ്താദിന് അബൂജഹലിനേക്കാൾ വലിയ മുശ്രിക്കാണ് എന്ന് പ്രസംഗിച്ച ആളുണ്ടല്ലോ, അയാൾ കരയാൻ തുടങ്ങി. അയാളെ കരച്ചിലൊന്ന് കേട്ടോളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇരിക്കുന്നവരെ, ഞാൻ കഴിഞ്ഞ ദിവസം വേദനിച്ചു പോയി. എന്താ വേദന? എന്റെ മുഖത്ത് നോക്കി ഒരു KNM-കാരൻ, എടാ മുശ്രിക്കേ, കാഫിറേ, കേരളത്തിലെ സമസ്തയെ പോലെ നീ ശിർക്ക് പ്രചരിപ്പിക്കുകയാണ് കാഫിറേ എന്ന് KNM-കാര് കെട്ടയിച്ചു വിട്ടവർ വിളിക്കുന്നു. നിങ്ങൾ റബ്ബിനെ പേടിച്ചോളി, നിങ്ങൾ റബ്ബിനെ സൂക്ഷിച്ചോളി. ഏതൊരു നാഥന് വേണ്ടി തെരുവിലടി കൊണ്ടുവോ, ഏതൊരു നാഥന്റെ വചനം ക്ഷേത്രത്തിന്റെ അങ്കണത്തിൽ പ്രഖ്യാപിച്ചുവോ, ഏതൊരു നാഥന് വേണ്ടി തൗഹീദ് പറഞ്ഞുവോ, അവരെ മുശ്രിക്കെന്ന് വിളിക്കാൻ നാണമില്ലാത്ത ഈ റമദാനിന്റെ പരിശുദ്ധത കാത്തു സൂക്ഷിക്കാത്ത നിങ്ങളോട് അല്ലാഹ് പൊറുത്തു തരട്ടെ. എന്താ ചിന്തിക്കും. തൗഹീദ് എടുത്തവൻ വാളെടുത്തവൻ വാളാൽ എന്ന് പണ്ട് പറഞ്ഞിട്ട് തൗഹീദ് എടുത്തവൻ തൗഹീദാൽ എന്ന് പറഞ്ഞ മാതിരിയായില്ലേ? ഇതൊക്കെ ഈ ദുനിയാവെന്ന് അനുഭവിച്ചിട്ട് തന്നെ നിങ്ങൾ മടങ്ങുകയുള്ളൂ. ഇത് അങ്ങനെ 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 ഈ മുസ്ലിം സമുദായത്തെ മുഴുവനും മൊത്തത്തിൽ കാഫിറാക്കി ശിർക്കാരോപിച്ചുകൊണ്ട് അവരെ മലത്തിനോടും മൂത്രത്തിനോടും സമാനപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ച നിങ്ങൾ, അല്ലെങ്കിൽ സംസാരിച്ച ഈ ആളുകൾ, അവരൊക്കെയും അവർക്ക് തന്നെ നേരെ ഒരു ബൂമറാങ്ങായി ശിർക്കാരോപണം തിരിച്ചു വന്നു. അപ്പൊ വേദനിക്കുണ്ടത്രേ, അവർക്ക് വേദന വേണ്ടല്ല. മുശ്രിക്കേ കാഫിർ എന്ന് വിളിക്കുമ്പോഴേ ഇങ്ങനെ ഒരു വേദന ഈ മുസ്ലിം സമുദായത്തിന്റെ ഇടനെഞ്ചിലേക്ക് നിങ്ങൾ കുഫ്റും ശിർക്കും ആരോപിച്ചപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു എന്ന ഒരു ബോധം നിങ്ങൾക്കുണ്ടാകുന്നത് നല്ലതാ. നോക്കൂ നിങ്ങൾ, അത് കഴിഞ്ഞു. പിന്നീട് ഇവര് തിരിച്ചും കാഫിറാക്കി. ഇങ്ങോട്ട് കാഫിറാക്കുമ്പോൾ പിന്നെ നോക്കിക്കോ, അവർ തിരിച്ച് 15 കാരണത്താൽ KNM-കാർ മുശ്രിക്കുകളാണ് എന്ന് ഇവരങ്ങോട്ട് തിരിച്ചു പറഞ്ഞു. അത് കേട്ടോ നോക്കിങ്ങൾ. ഈ ഒരു വാദം പറഞ്ഞു എന്നതിന്റെ പേരിൽ മുജാഹിദ് പ്രസ്ഥാനം ഈ ഒരു ആശയപരമായ നിലപാട് പണ്ഡിതോചിതമായ നിരന്തരമായ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു എന്നതിന്റെ പേരിൽ ഞാൻ എണ്ണി നോക്കിയത് അനുസരിച്ച് പറഞ്ഞാൽ 15ലധികം തവണ കേരള നദ്വത്തുൽ മുജാഹിദീൻ ശിർക്കിലായി എന്നാണ് വിസ്റ്റം പ്രവർത്തകർ, അതിന്റെ നേതാക്കന്മാർ കോഴിക്കോട്ട് ഒരു ദിവസത്തെ പ്രോഗ്രാമിൽ മാത്രം പറഞ്ഞത്. അത് ചുരുക്കി പറഞ്ഞ എന്താ, ഞങ്ങൾ അങ്ങോട്ട് ഒരട്ടം മുശ്രിക്കാക്കിയപ്പോൾ ഒരട്ടല്ലേ ഞങ്ങൾ മുശ്രിക്കാക്കിയിട്ടുള്ളൂ, ഒരു 15 കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ മുശ്രിക്കാണെന്ന് ഇങ്ങോട്ട് പറഞ്ഞു എന്നാ പറഞ്ഞു. ഇപ്പം ഇനി മുശ്രിക്കല്ലാത്ത ആൾ നിങ്ങളെ കൂട്ടത്തിൽ ആരാളുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ ജാതി മടവൂര് വിഭാഗം ഹദീസ് നിഷേധികളായിട്ട് ആദ്യം തന്നെ അവിടെ പോയി. പിന്നെ ആകണ്ടായിരുന്നത് വിസ്ഡവും പിന്നെ KNM ആയിരുന്നു. ഒരാൾ ജിന്നിനെ വിളിച്ചതും ജിന്നിനെ ചികിത്സിച്ചതും കാരണമായി ഒരു ഇങ്ങോട്ട് മുശ്രിക്കാക്കി. പിന്നെ 15 കാരണങ്ങളാൽ അങ്ങോട്ട് മുശ്രിക്കാക്കി. എന്നിട്ട് ഇവരാണ് ഈ വേശ്യയുടെ ചാരിത്ര പ്രസംഗം പോലെ വന്നിട്ട് നിങ്ങൾക്ക് തൗഹീദ് ശരിയാക്കിക്കോളി മക്കളെ, നിങ്ങൾക്ക് മരിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ അന്ന് പറഞ്ഞത് എന്തോ അത് തന്നെയാണ് ഇന്നും ഞങ്ങൾ പറയുന്നത്. അന്ന് പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്തോ അത് തന്നെയാണ് സുന്നികളായ എല്ലാ വിഭാഗം ആളുകളും എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് തൗഹീദ് അപ്ഡേറ്റ് ചെയ്ത് ഫോർമാറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് എന്നിട്ട് നമ്മളോട് ഇങ്ങനെ വന്ന് പറയാം, നിങ്ങളെ തൗഹീദിൽ കുഴപ്പമുണ്ട് കേട്ടോ. ഇവരുടെ വിശ്വാസം എന്താ പറയുക, ഇപ്പോൾ മാറി പണ്ടത്തെ മാതിരിയല്ല. അവരുടെ വിശ്വാസം എന്താ പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിൽ ജീവിച്ചിരിക്കുകയാണ്. എല്ലാ വഹാബിൻ്റെ അല്ല കേട്ടോ, നന്നായി എന്ന് വിചാരിക്കണ്ട, എല്ലാ വഹാബിയല്ല. ചിലര് അങ്ങനെ പറയേണ്ടത് നബി സല്ലല്ലാഹു, കാരണം തെളിവിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിൽ ജീവിച്ചിരിക്കുകയാണ്. അപ്പൊ മുന്നിലിരിക്കുന്ന ആളോട് നബിയെ ഞങ്ങളെ സഹായിക്കണേ, മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറഞ്ഞപ്പോൾ എന്താ പ്രശ്നം എന്നാ ചോദിക്കുന്നത്? അതൊന്ന് കേട്ടോ നിങ്ങൾ.
ഉമർ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ വരികയും അഭൗതികമായ അസാധാരണമായ മനുഷ്യകരിവിന് അതീതമായ ഒരു സഹായാർത്ഥന നടത്തുകയും ഈ വിഷയം ഉമറുൽ ഫാറൂഖ് തങ്ങളോട് പറയുകയും ചെയ്തിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഇത് ശിർക്കാണെന്നാണോ പറഞ്ഞത്, ഇത് തൗഹീദിന് അപ്പുറത്തെന്നാണോ പറഞ്ഞത്, അതല്ല സലാം മടക്കുകയാണോ പറഞ്ഞത്? ഇതിന് മൗലവി ഒരു മറുപടി പറയണം. ഇനി ഒരാൾ വന്ന് പറഞ്ഞു അത് ശിർക്കാണോന്നാ, അത് ശിർക്കല്ല, അത് ഇസ്തിഗാസയുമല്ല. അത് ശിർക്കല്ല, അത് ഇസ്തിഗാസയുമല്ല. ബാക്കി കൂടി. അത് ഇസ്തിഗാസയുമല്ല, അത് തവസ്സുലാണ്. അത് തവസ്സുലാണ്, ഇസ്തിഗാസയല്ല. അത് മുജാഹിദ് പ്രസ്ഥാനം എല്ലാ കാലത്തും പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് തവസ്സുലായിട്ടേ പണ്ഡിതന്മാർ മനസ്സിലാക്കിയിട്ടുള്ളൂ. ലോകത്ത് ഇത് ചർച്ച ചെയ്ത പണ്ഡിതന്മാരൊക്കെ തവസ്സുലേ പറഞ്ഞിട്ടുള്ളൂ. ഇസ്തിഗാസക്ക് തെളിവായി ആരും പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു കിതാബിലും ഇസ്തിഗാസയാണ് ഇത് എന്ന രൂപത്തിൽ ഇത് വ്യാഖ്യാനിച്ചിട്ടേയില്ല. എന്താ പറഞ്ഞത്? ഇത് തവസ്സുലാണത്രേ, ഇസ്തിഗാസയല്ലത്രേ എന്ന് ഒരു കിതാബിലും രേഖപ്പെടുത്തിയിട്ടില്ലത്രേ. ഈ ചങ്ങാതി വിചാരിച്ചത് പണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന കാലത്ത് ജമിയത്തുൽ ഉലമയുടെ മീറ്റിംഗിലൊക്കെ വെച്ച് കിതാബ് ഓതി പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. ആ അന്ന് ഓതി പഠിച്ചത് കൊണ്ട് ഇപ്പൊ മുഖാമുഖം നടക്കുമ്പോഴും വിചാരിക്കുന്ന എല്ലാ കിതാബും മൂപ്പര് കണ്ടു എന്നാണ്. കുബൂരികൾക്ക് സലഫി ലോകം പറഞ്ഞ മറുപടികളെ തങ്ങളുടെ വിശ്വാസമായി ഇവർ പ്രഖ്യാപിച്ചത്. അതെ, ജിന്നിനോട് സഹായം തേടിയാൽ ഹയ്യാണെങ്കിൽ ഹാദിറാണെങ്കിൽ അത് ശിർക്കല്ല. മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ ചെയ്ത വിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിച്ച ശിർക്കാണത്. പക്ഷേ ഹയ്യും ഹാദിറും ഖാദിറുമായ ജിന്നാണെങ്കിൽ ശിർക്കല്ല എന്ന വാദം, ആ വാദം കൊണ്ടുവന്നതുപോലെ ഇപ്പോഴിതാ അടുത്ത സ്റ്റെപ്പ് വെക്കുകയാണ്. അഥവാ ഖബറിന്റെ അടുക്കൽ പോയിട്ട് ചോദിച്ചാൽ അത് ശിർക്കല്ല. കാരണം അതേ അമ്പിയാക്കൾ ഖബറിന്റെ ഉള്ളിൽ ജീവിച്ചിരിക്കുന്നവരാണ്. ഇത് പറയാൻ ഇപ്പൊ ഈ കൗമ വേണോ? ഇവിടെ കാന്തവരില്ലേ? ഞാൻ പറയുന്നു വിസ്റ്റം കുബൂരികളോട്, നിങ്ങൾ ഈ വിശ്വാസം കേരളത്തിന്റെ മണ്ണിൽ ഇറക്കാമെന്ന് മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ അവസാന കുട്ടിയും ആ കുട്ടിയുടെ തലയും മണ്ണിൽ കുത്തി. അതെ, ഇപ്പൊ മനസ്സിലായി. ഇവിടെ പ്രസംഗിച്ച നമ്മളെ തൗഹീദ് പഠിക്കാൻ പ്രസംഗിച്ച ആളോടെ ഈ പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിലുള്ള ആ പ്രശ്നം തീർത്തിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ഞങ്ങൾ തമ്മിൽ പ്രശ്നമേ ഇല്ല, ഞങ്ങൾ തമ്മിലുള്ള സംഘടനാപരമായ പ്രശ്നങ്ങൾ. ഇതെന്താ? ഇത് ശിർക്കും കുഫറും ആരോപിക്കുന്നു. ഏത് ശിർക്ക് കുഫർ എന്ന് പറഞ്ഞുകൊണ്ട് വടിയും കോടാലിയും എടുത്തുകൊണ്ട് ഈ സമുദായത്തിന്റെ നെഞ്ചിലേക്ക് കടന്നു വന്നവർ അല്ലാഹു തആല ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഒരു നൂറ്റാണ്ട് തികയുന്നതിന് മുമ്പ് അല്ലാഹു തആല അവർക്ക് അതേ തൗഹീദിന്റെയും ശിർക്കിന്റെയും പേര് പറഞ്ഞ് ഇങ്ങനെയുള്ള പരസ്പരം ചെളിവാരി അറിയുന്ന അവസ്ഥ നമുക്ക് കണ്ണുകൊണ്ട് കാണാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു തആല ഉണ്ടാക്കി. അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാക്കിമീൻ. ഇനിയിപ്പോൾ എന്തായെന്നറിയോ? അവസാനം ഒന്നും കൂടി ഇട്ട് ഞാൻ നിർത്തുകയാണ്. ഇവർ മാറി മാറി എവിടെ എത്തിയെന്നറിയോ? ഞാൻ ഇയ്യാക്കനഅബ്ദു വഇയ്യാക നസ്തഈൻ എന്നുള്ളതിനൊരു അർത്ഥം പറഞ്ഞില്ലേ, അതുപോലും അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് ഇവരെത്തി. എല്ലാ മുജാഹിദീങ്ങളും ഇതുവരെ പറഞ്ഞിരുന്നത് മനുഷ്യ കഴിവിന് അപ്പുറത്തുള്ളത് അത് അള്ളാഹിനോട് മാത്രം ചോദിക്കുക, മറ്റേത് നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക ഇതുവരെ പറഞ്ഞിരുന്നത്. അതുപോലും മാറ്റിവെച്ചു. വിസ്ഡം മുജാഹിദുകളെ, നിങ്ങൾക്ക് ഇതാ കവാടം ഇവിടെ തുറന്നു വെച്ചിരിക്കുന്നു, നിങ്ങൾക്കിട്ട് പോരി. ഒരു എന്താണ് നമ്മൾ നമ്മളെ തർക്ക വ്യത്യാസം? എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് മടവൂര് ബഹുമാനപ്പെട്ട മടവൂര് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവർകൾ പടച്ചോനാണോ അല്ലേ? അതാണ് നമ്മളെ വ്യത്യാസം. അതിൽ നമുക്ക് തർക്കമില്ല. മടവൂര് പടച്ചോനാണെന്ന് പറയുന്നവൻ മുസ്ലിം അല്ല എന്ന് നമുക്കറിയില്ലേ? അങ്ങനെ ആരും ഇവിടെ പറയുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന് വേണ്ടി നിങ്ങളിവിടെ സ്റ്റേജ് കെട്ടി പ്രസംഗിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇപ്പോൾ ഈ തവസ്സുലും നിങ്ങൾ അംഗീകരിച്ചു, ഇസ്തിഗാസയും നിങ്ങൾ അംഗീകരിച്ചു, കണ്ണേറും നിങ്ങൾ അംഗീകരിച്ചു, തബറുക്കും നിങ്ങൾ അംഗീകരിച്ചു, ജിന്ന് ചികിത്സയും നിങ്ങൾ അംഗീകരിച്ചു. ഇനി എന്താ നിങ്ങൾ അംഗീകരിക്കാൻ ബാക്കിയുള്ളത്? പക്ഷേ നിങ്ങൾ ആ ചുളിവ് കൂടി ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. ഇമാം അശ്അരി റളിയല്ലാഹു അൻഹുവിൻ്റെയോ ഇമാം മാതുരിദി റളിയല്ലാഹു അൻഹുവിൻ്റെയോ അഖീദ അത് ശരിക്ക് അഖീദ ഉറപ്പിച്ച് വിശ്വസിച്ചുകൊണ്ട് നാലാലൊരു മദ്ഹബ് സ്വീകരിച്ചുകൊണ്ട് നല്ല കുളിച്ച് വൃത്തിയായി ഒന്ന് ഇട്ട് വന്നാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ സ്വീകരിക്കും. അല്ലാതെ ഈ ലൊട്ടുലൊടുക്ക് പരിപാടി ഉണ്ടല്ലോ, അത് പറ്റൂല. നല്ല പോലെ ഉണ്ട് വരട്ടെ.